കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫിലിം ഫെസ്റ്റിവലിൽ വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ച 5 പടങ്ങൾ പ്രദർശിപ്പിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് കേരള സർക്കാർ നടത്തിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനം വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധവും നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ താൽപ്പര്യങ്ങളെ ഹനിക്കുന്നതുമാണ്. ഈ 5 പടങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പടങ്ങളാണ്. ആ പടങ്ങളുടെ വിശദാംശങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈജിപ്തിലെ ആഭ്യന്തര കലാപത്തിൻ്റെ ഒരു വശം മാത്രം പറയുന്ന ഒരു പടമാണ് ക്ലാഷ് എന്ന് പറയുന്ന പടം. ഈജിപ്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന പടം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ ഒരു വശം, പലസ്തീൻ്റെ വശം പറയുന്നതാണ് ഓൾ ദാറ്റ് ഈസ് ലെഫ്റ്റ് ഓഫ് യു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ മറുവശം മാത്രം പറയുന്നതാണ് യെസ് എന്ന് പറയുന്ന പടം. എ പോയറ്റ് അൺകൺസീൽഡ് പോയട്രി എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ രാഷ്ട്രീയത്തിലെ ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. പഴയ സുഹാർത്തോ സർക്കാരിൻ്റെ കാലത്തുള്ള ചില പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമകൾ കേരളത്തിലെ സർക്കാർ നടത്തുന്ന ഫെസ്റ്റിവൽ, ആ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഉഭയകക്ഷി ബന്ധങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പടങ്ങൾ പ്രദർശിപ്പിക്കരുത് അഥവാ പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുമതി വിദേശകാര്യ മന്ത്രാലയം നൽകാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പ്രദർശിപ്പിക്കുന്നതിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ ഇന്ത്യ നടത്തുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനത്തിന് സാഹചര്യമൊരുക്കുകയാണ് കേരള സർക്കാർ ഈ തീരുമാനത്തിലൂടെ ചെയ്യുന്നത്. IFFK ഒരു സ്വകാര്യ വേദിയായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അത്ര ഗൗരവമായിട്ട് കണക്കാക്കപ്പെടില്ലായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ വേദിയാണ് IFFK. ആ സർക്കാരിൻ്റെ വേദിയിൽ ഒരു വിദേശ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യുകയും അതിൽ ഒരു വശത്തിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം വരുന്നത് ഇന്ത്യയും ആ രാജ്യവും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുന്നതിന് കാരണമാകും, ഇന്ത്യൻ പൗരന്മാരുടെ താല്പര്യത്തിനും വിരുദ്ധമാകും. ഉദാഹരണത്തിന് ഇന്ത്യൻ പൗരന്മാർ ആ രാജ്യത്തുണ്ട്, ആ രാജ്യത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതത്വവും ആ രാജ്യത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ താല്പര്യങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും ആ രാജ്യത്തിൻ്റെ സഹായവും തേടാറുണ്ട്. കേരള സർക്കാർ അതിലൊരു പക്ഷം പിടിക്കുന്നതിലൂടെ അവിടുത്തെ ഇന്ത്യൻ പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഇടപെടൽ നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കേരള സർക്കാരിൻ്റെ ഈ നിലപാടിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള വേദികൾ ഒരു ആക്ടിവിസം കാണിക്കാനുള്ള വേദിയാക്കിയിട്ട് ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ ഈ തീരുമാനമെടുത്ത ആളുകൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വേണ്ടത്ര അവഗാഹമില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിട്ടുള്ള 5 പടങ്ങൾ, ആ 5 പടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം, ആ തീരുമാനം രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമാണ്, ആ തീരുമാനം ഇന്ത്യൻ പൗരന്മാരുടെ താൽപ്പര്യത്തിന് വിരുദ്ധമാണ്, പ്രത്യേകിച്ച് പ്രവാസികളുടെ. അത് ഈ രാജ്യത്തെ മാത്രമല്ല, ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ പ്രവാസികളെ നാളെ അതത് രാജ്യത്തുള്ള ആളുകൾ ഏതെങ്കിലും പക്ഷം പിടിക്കുന്നവരായിട്ട് കണക്കാക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് മലയാളികളോട് പ്രത്യേകിച്ചും ഇന്ത്യക്കാരോട് പൊതുവെയും വിദേശ രാജ്യ സർക്കാരുകൾ സ്വീകരിക്കുന്ന സമീപനത്തിലടക്കം മാറ്റം വരുത്തുന്നതിന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് പ്രവാസി വിരുദ്ധമായിട്ടുള്ള ഇത്തരം സമീപനം, രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഇത്തരം സമീപനം കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട്
ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് കേരള സർക്കാർ പിൻവാങ്ങണം എന്ന് പ്രത്യേകിച്ച് വിദേശകാര്യ വകുപ്പിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഈ വശം കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ കേരള സർക്കാരിനോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത്. വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ കേരളമായിട്ട് നടത്തി? ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ അനുമതി ചോദിക്കുമ്പോൾ അനുമതി കൊടുക്കുന്നതും നിഷേധിക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. ഇപ്പോൾ വിദേശകാര്യ വകുപ്പ് എന്തിനു വേണ്ടി വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതി തേടുക എന്നുള്ളൊരു പ്രൊവിഷൻ വെച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരുപക്ഷെ അറിയാതെ വരുന്നുണ്ടെങ്കിൽ അത് അവർ പഠിക്കാത്തതുകൊണ്ടാണ്. വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതി എന്തിനാവശ്യമാണ്? ഇന്ത്യയിൽ ഒരു വിദേശ പടം പ്രദർശിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് സർക്കാർ വേദിയിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടുക, വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതി തേടുക. INBയുടെ അനുമതിയല്ല, വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതിയാണ് പ്രത്യേകം തേടേണ്ടത്. അതിനൊരു കാരണമുണ്ട് എന്ന് ഈ വിഷയം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ വിദേശകാര്യ വകുപ്പ് ഇന്ത്യയിലെ ആഭ്യന്തര സാഹചര്യം നോക്കിയിട്ടല്ല ആ തീരുമാനം എടുക്കുന്നത്. വിദേശകാര്യ വകുപ്പ് തീരുമാനം എടുക്കുന്നത് എല്ലായ്പ്പോഴും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യത്തിന് വിരുദ്ധമാണ്. 5 വിദേശ ഭാഷകൾ, 5 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 5 എണ്ണത്തിൻ്റെ കാര്യം മാത്രം ഞാൻ പറയുന്നത്. അതായത് INB ചെയ്യുന്നത്, INB സെൻസർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സിനിമകൾ, ആ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പ്രത്യേക അനുമതി തേടിയപ്പോൾ, സെൻസർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സിനിമകൾ സാധാരണ ഇതിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിന് എക്സെപ്ഷൻ ആവശ്യപ്പെട്ടപ്പോൾ INB കൊടുക്കാത്തത് അത് വേറെയാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് വേറെ കാരണം ഉണ്ടാവുമായിരിക്കും. കാരണം സെൻസർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ചില പടങ്ങൾ അവർ സെൻസർ ചെയ്തിട്ടേ കൊടുക്കാൻ താല്പര്യമുള്ളൂ എന്നുള്ളതുണ്ടാവും. അതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് ഈ ഘട്ടത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എൻ്റെ പോയിൻ്റ്, വിദേശ ബന്ധങ്ങളെ ഇന്ത്യയുടെ രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു 5 സിനിമകളുടെ, ഞാനിപ്പോൾ പേര് പറഞ്ഞ 5 സിനിമകൾ, ഈ 5 സിനിമകളുടെ കാര്യത്തിലുള്ള പ്രദർശനാനുമതി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകാതിരുന്നിട്ടും അവയെല്ലാം പ്രദർശിപ്പിക്കും എന്നുള്ള നിലപാടെടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് കേരള സർക്കാർ ഇതിനെ ഒരു കേന്ദ്ര സർക്കാരും കേരളവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടോ, ഇതിൽ സംഘപരിവാർ അജണ്ട എന്നോ, അല്ലെങ്കിൽ ഇതിൽ BJPയുടെ രാഷ്ട്രീയ താല്പര്യമെന്നോ, അങ്ങനെയുള്ള പരിമിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്നതിന് പകരം വിശാലമായിട്ടുള്ള രാജ്യ താല്പര്യം കണക്കിലെടുക്കണം കേരള സർക്കാർ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. ഏതൊരു വേർഷൻ ആണെങ്കിൽ പോലും ഇതുമായിട്ട് എല്ലാവരും ഇങ്ങനെ വിഷയത്തിലൊക്കെ വിമർശനങ്ങളായിട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. ആ രീതിയിലൊക്കെയാണ് പല മേഖലകളിലുള്ള ആളുകളുടെ ഒരു അഭിപ്രായങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, IFFK എന്ന് പറയുന്നത് ലോകത്ത് ആകെ ഒരെണ്ണം മാത്രമല്ലല്ലോ. ഇതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് നടക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ധാരണയാണിത്. ആ ധാരണ നമ്മൾ ലംഘിക്കുക. ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് നിഷേധിച്ചിട്ടുണ്ടാവും, കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ച ഒരു പടം ഞങ്ങൾ കാണിക്കും എന്ന് ഇന്ന് വരെ. IFFK ആദ്യമായിട്ട് നടക്കുകയല്ലല്ലോ, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല? ഒന്നുകിൽ അത്തരത്തിലുള്ള സിനിമകൾ വന്നിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾക്ക് അനുമതി നിഷേധിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അതൊരു ഇഷ്യൂ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനെയൊക്കെ കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലവും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെയൊന്നും കൂട്ടിക്കുഴക്കരുത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്,
ഇപ്പൊ ഈ ശബരിമലയുടെ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നുണ്ട്. അത് കേസെടുത്തിരിക്കുകയാണ് സൈബർ പോലീസ്. അത് പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ആ പാട്ട് നീക്കാനുള്ള നിർദ്ദേശത്തിലേക്കും പോകുന്നു. എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ഫുൾ പാട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വരികൾ കൃത്യമായിട്ട് എന്താണെന്നും അതിൽ എന്തെങ്കിലും ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് താല്പര്യമുള്ള ബന്ധമുള്ള ചില ആളുകളാണ് ഈ കേസുമായിട്ട് പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് ഇതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നവുമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ബന്ധപ്പെടുത്തില്ലായിരുന്നു. വിശ്വാസത്തിനെ കുറിച്ച് ഇത്രയും വലിയ താല്പര്യമുള്ള ആളുകൾ ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് എന്തിന് നേതൃത്വം നൽകി ആ കാലത്ത്? മാത്രമല്ല, ഇപ്പോൾ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള കാര്യം, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ അവിടെ നടത്തിയിട്ടുള്ള വലിയ കൊള്ളക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളിയും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വാസവനും ഇവർക്കൊക്കെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള വ്യാഖ്യാനം ആണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ 2 പേരും നൽകുന്നത്. ഇതൊക്കെയാണ് കാരണം. അതല്ലാതെ ഒരു പാട്ട് കൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായത് എന്ന് തെറ്റിദ്ധരിക്കുന്നതിന് പകരം ഈ 2 ആളുകൾക്കെതിരായിട്ട് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നടപടിയെടുക്കുന്നില്ല? ഇപ്പം തന്നെ അകത്തായിട്ടുള്ള ഇവർ 2 പേരും അകത്തായതിന് ശേഷം ഈ 2 മന്ത്രിമാർക്കെതിരായിട്ട് ഒരു നടപടി, മുൻ മന്ത്രിയും നിലവിലുള്ള മന്ത്രിയും, അവർക്കെതിരായിട്ട് ഒരു നടപടി എടുക്കുന്നില്ല. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി പരിശോധിക്കേണ്ടത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഇതില് ചിലരിലെത്തി നിൽക്കുകയാണ്. ഇപ്പൊ പത്മകുമാറിലെത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് പോകുന്നില്ല. അതിനു മുകളിൽ കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിലെ ദേവസ്വം മന്ത്രി ഉണ്ട് എന്നുള്ളത് ശക്തമായ ആരോപണമുണ്ട്. അക്കാര്യത്തിൽ അങ്ങേക്ക് എന്താ പറയുക? അല്ല, ഞാനത് നേരത്തെ പറഞ്ഞാണല്ലോ. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിൽ ഇതുപോലെയുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം നിയമപരമായിട്ട് കേരളത്തിലെ ദേവസ്വം ആക്ടിൽ 2007 വരുത്തിയ ഭേദഗതി അനുസരിച്ച് 3 മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ദേവസ്വം കമ്മീഷണർ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകണം. അപ്പോൾ ആ കാലത്ത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഉണ്ടാവണം. 99 പൂശിയ സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞത് 2019 ചെമ്പുപാളിയാണ് കൊടുത്തയക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചോദിക്കേണ്ടതായിരുന്നു, ഇത് 99 സ്വർണമായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെ ചെമ്പായി? അപ്പോൾ അതിനർത്ഥം എന്താ? കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടന്നത്. കടകംപള്ളി സുരേന്ദ്രന് എത്ര പങ്കുണ്ടായിരുന്നു, അതിൽ എത്ര ഷെയർ കിട്ടി, അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിഷയമാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് SIT കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു, പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു, വാസവനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ ഉള്ള പങ്ക്, ആ പങ്ക് എത്ര നിഷേധിച്ചാലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ സാധ്യമല്ല. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇവരെ 3 പേരെയും കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി ഇവരെ ആരെയും പുറത്താക്കിയിട്ടില്ല. ഇവർ കുറ്റാരോപിതർ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്വതന്ത്ര സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ രാജ്യത്ത്. കാരണം എല്ലാ കേസും അവർ സ്വയം അന്വേഷിച്ച് തീരുമാനമെടുക്കുന്ന ആൾക്കാരാണ്. പോലീസ് ഒന്നും ഇല്ലാതെ അന്വേഷിച്ച് ഞങ്ങളുടെ ആൾക്കാർക്കെതിരായിട്ടുള്ള സ്ത്രീപീഡനം തൊട്ട് അഴിമതി വരെയുള്ള കൈക്കൂലി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തി ഞങ്ങൾക്ക് പാർട്ടിക്ക് ബോധ്യമായി, അതുകൊണ്ട് ഞങ്ങൾ ഈ നടപടി എടുത്തു എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇക്കാര്യത്തിൽ എന്താ അന്വേഷിക്കാത്തത്? അത് തന്നെ അവർക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിൽ ഇത്ര താല്പര്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഒരു പാട്ടിൻ്റെ പേരിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് പകരം ഇതാണ് ചെയ്യേണ്ടത്. അതെന്താണ് BJP അത് പിടിക്കാത്തത്? കാരണം BJP VHP ഒന്നും ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ പറയുന്നുണ്ട്, ഞാനതിലേ പറഞ്ഞത്. ഇത് ആദ്യമായിട്ട് പറയല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഞാനിത് ആദ്യം പറയല്ല, ഞാനിത് കഴിഞ്ഞ 1 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് കേസ്? പാരഡിയുടെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ വിശ്വാസം തകർക്കാൻ വേണ്ടി CPMൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ മന്ത്രിമാരും
ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാരഡിയുടെ ഡീറ്റെയിൽസ് പാർട്ടി വിഷയം അങ്ങനെ എടുക്കണ്ട ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ എനിക്കറിയില്ല അതിൻ്റെ മുഴുവൻ വരികൾ ഞാൻ കേട്ട് നോക്കിയിട്ടില്ല. നിരന്തരം പറയുന്നത് ബിജെപിക്ക് പോലും ഇല്ലാത്ത ഒരു മതവികാരമാണ് CPM ഇപ്പോൾ വ്രണപ്പെട്ടെന്നാണ് പറയുന്നത്. അല്ല, BJPക്ക് പ്രത്യേകിച്ച് മതവികാരമില്ലല്ലോ. BJP എല്ലാ വിശ്വാസികളുടെയും പാർട്ടിയാണ്, നിരീശ്വരവാദികളുടെയും പാർട്ടിയാണ്. BJPയിൽ പറഞ്ഞിട്ടില്ലല്ലോ, BJPയുടെ ഭരണഘടനയിൽ വിശ്വാസിയായിരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അല്ല, ഈ പാർട്ടി ഇതിനെതിരെ കേസെടുത്ത് അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ല, അതല്ലേ ഞാൻ മറുപടി പറഞ്ഞിപ്പോൾ. നിങ്ങൾ ഇപ്പോഴാണ് വന്നത്. അല്ല, ഇപ്പം നിങ്ങൾ കയറി വന്നത് ചോദ്യം ചോദിക്കുന്ന സമയത്തുണ്ടായിരുന്ന. ഇല്ലല്ലോ, വിശദമായിട്ട് ആ, അതെ, ഞാൻ ആദ്യം പറഞ്ഞിട്ട് അതൊന്നും കൂടി റെക്കോർഡ് ചെയ്ത് തരാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJP പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വിജയം ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്തുന്നത് പരിഹാസ്യമായിട്ടുള്ള അവകാശവാദങ്ങളാണെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളിൽ പോലും തോറ്റ് പന്തളമടക്കമുള്ള മേഖലകളിൽ സംഭവിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് വേറെന്തോ ഒരു പ്രത്യേക പ്രതിനിധി സൃഷ്ടിക്കാനാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമ്പോൾ അത് പ്രതിപക്ഷത്തിനെ സഹായിക്കുന്നതാണ്. അത് UDF അനുകൂലമാണെന്ന് വ്യാഖ്യാനിക്കുന്നതും ഇതേപോലെ പരിഹാസ്യമാണ്. അല്ല, വോട്ട് ഷെയറിൽ കുറവാ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഏത് വോട്ട് ഷെയറിൽ? വോട്ട് ഷെയർ നോക്കുമ്പോഴേ 20% എത്തുന്നായിരുന്നല്ലോ, 20-25 വരെ പോകുന്നായിരുന്നല്ലോ നമ്മുടെ കണക്ക്. പോകുന്നല്ല, അതായത് 25 ആക്കാൻ ശ്രമിക്കണം. പക്ഷെ അത് 25 ആക്കി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്താൻ പറ്റും. ഇതാണ് അമിത്ഷാജി പറഞ്ഞത്. അമിത്ഷാജിയുടെ വാചകം കറക്റ്റാണ്. ടാർജറ്റ്. പക്ഷെ അത് അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് അത് നോക്കണം, നോക്കണം, പരിശോധിക്കണം. 22-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗമുണ്ട്. അന്ന് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് വരും. ഞങ്ങൾ അന്നാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില അട്ടിമറി നീക്കങ്ങൾ സംശയിക്കുന്നുണ്ടോ BJP? എന്ന് പറഞ്ഞാൽ മേയറുടെ സ്ഥാനാർത്ഥി പാറ്റൂർ രാധാകൃഷ്ണനെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ അതായത് ജനഹിതം അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും നീക്കം കാണുന്നുണ്ടോ? അത്ര വിഡ്ഢികളാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് 52 സീറ്റിൽ നിന്ന് 29 സീറ്റിലേക്ക് പോയിട്ടും അവർക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബോധ്യമാക്കാൻ ജനങ്ങൾ ശ്രമിക്കും. അത്രേ ഉള്ളൂ. ഈ ഇതിന്റെ ക്രെഡിറ്റ് പരിചയമാണല്ലോ ഉണ്ടായത്. ഈ വലിയ ചിത്രങ്ങളിലൊന്നും അങ്ങയൊന്നും കാണുന്നില്ല, കഴിഞ്ഞ പ്രസിഡന്റിനെ കാണുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഞാൻ തിരുവനന്തപുരത്ത് അല്ലല്ല, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ചിത്രം തന്നെ കണ്ടത്. ആ ഒരു ഇമേജ് ബിൽഡിങ്ങിൽ ഇതാരാണ് ഇമേജ് ബിൽഡിംഗ് ഒന്നും ആരും നടത്തുന്നില്ലല്ലോ. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പല ഇതും നടക്കും. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യക്തികൾ പ്രസിഡന്റ് ആയിരുന്നു, പ്രവർത്തിച്ചു, K. സുരേന്ദ്രനായിരുന്നു. പക്ഷെ ഇപ്പോ K. സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ അതായത് K. സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനാണ് പ്രത്യേകം ശ്രദ്ധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരട്ടി സീറ്റായി. തിരുവനന്തപുരത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഫലം വന്നതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വിജയം എന്ന രൂപത്തിലാണല്ലോ ആഘോഷിക്കപ്പെടുന്നത്. പൊതുവിൽ നമ്മൾ കാണുന്നത് സാമൂഹിക, അത് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രസിഡന്റിനാണല്ലോ അതിന്റെ നേതൃത്വം. അതേ മുൻകൈ എടുത്തിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി പ്രസിഡന്റിന് അതിന്റെ അംഗീകാരം സ്വാഭാവികമായിട്ടും 8 പേരുടെ പടം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പാർട്ടി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ അതായത് BJPയുടെ 18 ലക്ഷം അംഗങ്ങളും അതിൽ വന്നു. പിന്നെ പാർട്ടി പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ വന്നു. ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി മാത്രമല്ല, JP നഡ്ഡ എന്ന് പറഞ്ഞാൽ JP നഡ്ഡ മാത്രമല്ല. അതെ, അല്ലല്ല, അങ്ങനെയല്ല. അതായത് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു റെസ്പോൺസാണ്. ഞാൻ ആദ്യം എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പിന്നീട് ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി പാർട്ടി തീരുമാനിക്കും. നമ്മള് മാധ്യമങ്ങളെന്ന നിലയ്ക്ക് അങ്ങയോട് ചോദിക്കുകയാണ്, കഴക്കൂട്ടത്ത് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവിടെയാണല്ലോ പ്രവർത്തിക്കുന്നത് കുറേ കാലമായിട്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഇനി ഒരു കാര്യം കൂടെ, ഒരു തുടർ ചോദ്യം, ഒറ്റ ചോദ്യം.
കഴക്കൂട്ടത്ത് അങ്ങ് പ്രവർത്തിക്കുന്നു. ആറ്റിങ്ങല് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതെ. കഴക്കൂട്ടത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യത എന്താണ് അങ്ങ് കാണുന്നത് ബിജെപിയുടെ? ബിജെപിക്ക് ജയസാധ്യത കാണുന്നു. ബിജെപി ജയിക്കും അടുത്ത തവണ? ജയിക്കുന്നല്ല, ജയസാധ്യത. സാധ്യത ജയിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കുമെന്ന്. ജയിക്കുമെന്നുള്ളത് ഒരു നേതാവിനും തീരുമാനിക്കാൻ പറ്റില്ല. ഈ കടകംപള്ളിക്ക് വലിയ സ്വാധീനമാണല്ലോ കഴക്കൂട്ടുള്ളത്. അദ്ദേഹത്തിന് ജയസാധ്യതയുണ്ട്. ഈ എനിക്കെങ്ങനെ പറയാൻ പറ്റും അദ്ദേഹത്തിന് ജയസാധ്യത തീരെയില്ല? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ സ്വാധീനം കുറഞ്ഞു എന്ന് കരുതണ്ടേ? അതൊക്കെ വിലയിരുത്തേണ്ടതല്ലേ. അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ വിധി എഴുതും. തദ്ദേശ ഫലം വന്നതിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഒരു പ്രസ്താവന വലിയ തോതിൽ രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തപ്പെട്ടു. അതായത് ഇനി അങ്ങോട്ടുള്ള കേരളത്തിലെ പോരാട്ടം UDF-ഉം BJP-യും തമ്മിലാണ്. ഇതുവരെയുള്ള പലതരം വ്യാഖ്യാനങ്ങളിൽ മുന്നിട്ട് നിന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് BJP മുന്നോട്ട് വരിക എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു സ്ട്രാറ്റജി BJP മാറ്റിയോ? ഞാനറിയില്ല, അങ്ങനെ ഒരു പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സ്ട്രാറ്റജിയെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ കുറച്ച് മുൻപ് പ്രഖ്യാപിക്കാനുള്ള ആലോചനകളുണ്ടോ? ഞങ്ങളിപ്പോൾ അതായത് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചത് മുഴുവൻ കോർപ്പറേഷൻ, മുനിസിപ്പൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ ആദ്യത്തെ യോഗം നടക്കാൻ പോകുന്നത് 22-ാം തീയതിയാണ്. ഇപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ തുടർന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചർച്ച. അങ്ങനെ ഇപ്പോൾ പാർട്ടിയിൽ ഔപചാരികമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ പ്രധാന ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളമാണോ? അല്ല, BJP-യെ ഭരണത്തിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. UDF ആണോ CPM ആണോ? അവർ രണ്ടുപേരും പ്രതിപക്ഷത്താവും. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരാരും ഭരണത്തിലുണ്ടാവില്ലല്ലോ. മുഖ്യ എതിരാളി ആര് BJP-യുടെ? അല്ല, ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു സംശയമില്ലല്ലോ. ഇന്ത്യ അലയൻസിൽ ആരാണ് കൂടുതൽ ശക്തം എന്നുള്ളത് നമ്മൾ നോക്കണ്ടല്ലോ. ഇന്ത്യ അലയൻസ് ഒരേപോലെ BJP-ക്ക് എതിരല്ലേ, BJP അവർക്കെതിരാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാട്ടെ, അല്ല ഞാൻ കണ്ടിട്ടില്ല. പോയി കോൺഗ്രസ് ആണ് നമ്മുടെ മുഖ്യ എതിരാളി. അല്ലല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ്, ഇതൊക്കെ അറിഞ്ഞാലല്ലേ പറയാൻ പറ്റും. പിന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഞാനിപ്പോൾ കൗണ്ടറോ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യ സഖ്യത്തിലെ ശക്തമായ പാർട്ടിയാണ് പ്രധാന എതിരാളി BJP-യുടെ. ഇന്ത്യ സഖ്യത്തിലെ ശക്തമായ പാർട്ടി തന്നെയാണ്. കേട്ടില്ല. ഇന്ത്യ സഖ്യത്തിലെ ശക്തമായ പാർട്ടി തന്നെയാണോ BJP-യുടെ പ്രധാന എതിരാളി കേരളത്തിൽ? മനസ്സിലായില്ലേ? ഇന്ത്യ സഖ്യമാണ്. അവർ അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ ഏട്ടനാരാ അനിയനാരാന്നൊക്കെ ഞാൻ ചർച്ച ചെയ്യണ്ടല്ലോ. അത് അവർ തമ്മിൽ ചർച്ച ചെയ്തോട്ടെ. ഗവർണറും അതേപോലെ മുഖ്യമന്ത്രിയും തമ്മിൽ ഈ വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ ഒത്തുതീർപ്പിലെത്തി. ഞാൻ ഗവർണറുടെ സ്റ്റാഫിലെ അംഗമല്ല, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ അംഗമല്ല. ഒത്തുതീർപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉണ്ടല്ലോ. പ്രതിപക്ഷം എന്തിനാണ് അങ്ങനെ ചിന്തിക്കൂ. ഈ സിസ തോമസിനെ ഇതുവരെ എടുക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അംഗീകരിച്ചു. സജി ഗോപനാഥിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഗവർണർ അംഗീകരിച്ചു. ഇത് എന്തൊക്കെയോ നീക്കുപോക്കുകളില്ലേ? അല്ലല്ല, അതായത് അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അവർ രണ്ടുപേരിൽ ആരെങ്കിലുമാണ് പറയേണ്ടത്. അതിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി എപ്പോഴും മീഡിയ കാണുന്ന ആളാണ്. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കും. ഗവർണർ ഇപ്പോൾ ഈ ഗവർണർ മീഡിയയെ കാണാറില്ല. അതുകൊണ്ട് ഞാൻ ഗവർണറെ കാണാമെന്ന് ഞാൻ പറയാത്തതുകൊണ്ട്. ഈ ഗവർണർക്കെതിരെ നടത്തിയ സമരത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യമുണ്ടോ? ഗവർണർക്കെതിരായിട്ട് ആര് സമരം ചെയ്തു? നിരന്തര സമരം നടത്തിയല്ലോ ഈ വിഷയത്തിൽ തന്നെ. അതൊക്കെ തിരുത്തി കഴിഞ്ഞാൽ, തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തിരുത്തുമല്ലോ. CPM എല്ലായ്പ്പോഴും പറയുന്നത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നാണ്. അതാണ് ഇവിടെ നടന്നത്. അല്ല, അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ പ്രശ്നം. അല്ല, അത് നമുക്ക് വെയിറ്റ് ചെയ്യാന്ന്. അവരടുത്ത പാർട്ടി കോൺഗ്രസോ അടുത്ത പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെ നടക്കുമ്പോൾ അവർ ഈ സ്ഥിരമായിട്ട് വിലയിരുത്തി തെറ്റേറ്റു പറയുന്ന പാർട്ടിയാണല്ലോ. CPM-ഉം CPI-യുടെയും ഒരു പ്രത്യേകത അതാണ്. അല്ല, എനിക്കറിയില്ല അവരങ്ങനെ സമരം ചെയ്തോ ഇല്ലയോ എന്താണെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ പണ്ട് ആർഷോ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, അതേപോലെ പലതും കാണിക്കുമല്ലോ. അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കുട്ടികൾ കാണിക്കുന്ന ചില വിഡ്ഢിത്തങ്ങൾ. ഈ വളരെ പ്രായം കുറഞ്ഞ ഒരാളെ പാർട്ടിയുടെ വളരെ കോറായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നു, സംസ്ഥാന അധ്യക്ഷനാവെന്ന് പറയുന്നു. BJP എന്ത് മെസ്സേജാണ്? ദേശീയ അധ്യക്ഷൻ അല്ല, വളരെ പ്രായം കുറഞ്ഞല്ലോ. അദ്ദേഹം 5 തവണ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം വളരെ പ്രായം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ ധരിക്കുന്നത് തെറ്റാണ്. താരതമ്യം എന്ന് പറയുന്നതിൽ തന്നെ അർത്ഥമില്ലല്ലോ. കാരണം ഒരാളെയും പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റില്ല.
പാർട്ടിയുടെ പാർലമെൻ്ററി ബോർഡ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു നേതാവിനെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിയോഗിക്കുന്നു. BJPയുടെ എല്ലാ ഘടകങ്ങളും അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം BJPയിൽ പാരമ്പര്യത്തിൻ്റെയോ കുടുംബമഹിമയുടെയോ ഒന്നും പേരിലല്ലാതെ ഏതൊരു പ്രവർത്തകനും പാർട്ടിയുടെ ഏത് പദവിയിലും എത്താൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി തീരുമാനിക്കപ്പെടുകയാണ്. ഇപ്പം നിതിൻ ഗഡ്കരിജി വന്നപ്പോഴും അദ്ദേഹം താരതമ്യേന അപരിചിതനായിരുന്നു. ഡൽഹി രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. തുടർന്ന് വന്ന മിക്കവാറും ആൾക്കാരെല്ലാവരും അവരാരും ഡൽഹി രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിൽ ഡൽഹി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ച ആളുകളല്ല. നിതിൻ ഗഡ്കരി അല്ല, അമിത്ഷാജി അല്ല, JP നഡ്ഡാജി അല്ല, ഇപ്പോൾ നിതിൻ നവീൻജി അല്ല. അല്ല, അദ്ദേഹത്തിന് കുടുംബ പാരമ്പര്യമുണ്ട്, രാഷ്ട്രീയ പാരമ്പര്യം. അച്ഛൻ BJP നേതാവായിരുന്നു. ആര്? ഈ പുതിയ വർത്തമാന പ്രസിഡന്റ്. അദ്ദേഹത്തിന് കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബ പാരമ്പര്യത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കണ്ടല്ലോ. അങ്ങനെ പറയുന്നതിൽ ഒരു കാര്യമില്ല. അല്ല, കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ പ്രസിഡന്റ് അച്ഛനായതുകൊണ്ടല്ലോ. പുള്ളി 4 പ്രാവശ്യം ഇപ്പോഴും ആയി, അതുകൊണ്ടാണ് ആയത്. രാഹുൽ ഗാന്ധി സോണിയൊക്കെ പറയുന്നത് എന്ത് കാര്യം? രാഹുൽ ഗാന്ധി അതെല്ലാം കുടുംബ പാരമ്പര്യം. കോൺഗ്രസിന്റെ കുടുംബ പാരമ്പര്യം ഒരൊറ്റ കുടുംബമല്ലേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ആ കുടുംബ ഉടമസ്ഥരാണ് അതിൻ്റെ. ബാക്കി എല്ലാവരെയും അവിടെ വെച്ചിരിക്കുകയാണ് തൽക്കാലത്ത്. നാഷണൽ ഹെറാൾഡ് കേസിൽ എല്ലാ പ്രസംഗങ്ങളിലും പ്രധാനമന്ത്രി അടക്കം തെരഞ്ഞെടുപ്പുകളിൽ വലിയ കാര്യമായിട്ട് ഉയർത്തിയിരുന്ന ഈ കേസ് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാതെ ഇപ്പൊ തള്ളിക്കളഞ്ഞു എന്നാണ്. അല്ല, അത് കോൺഗ്രസ് പറയുന്നില്ലേന്ന്. ഒരു കോടതിയുടെ വിധി അനുകൂലമായിട്ട് വരുമ്പോൾ ഇത്ര വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ആൾക്കാർ വിരുദ്ധമായിട്ടുള്ള കോടതി വിധി വന്നപ്പോൾ അതിനെന്തിനെ വിമർശിച്ചെന്നാൽ അത് വിമർശിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അപ്പോൾ കോടതികൾ ഇനിയും ഉണ്ടാവും. ED ആണ് അക്കാര്യം നോക്കുന്നത്. ED അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, അറ്റ്ലീസ്റ്റ് നരേന്ദ്രമോദിയല്ല ഇക്കാര്യം തീരുമാനം എടുത്തത്. അല്ല, ഇതെല്ലാം ED ചെയ്യുന്നതാണെങ്കിൽ നേരത്തെ ചെയ്തതും ED ആണല്ലോ. ഞങ്ങളെപ്പോഴും അത് ഞങ്ങളെ സംബന്ധിച്ചോളം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വതന്ത്ര ഏജൻസിയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അവർ തിരുത്തണം. ഈ അങ്ങ് തിരുവനന്തപുരത്തിന് ചുമതലയുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് പ്രധാനമന്ത്രി ഉടനെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ? അല്ല, അതിപ്പം പ്രസിഡന്റ് ആ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡൽഹിയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചിട്ട് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് സംസാരിച്ചു. അല്ല, അദ്ദേഹം പ്രസിഡന്റ് 45 ദിവസത്തിനകം വരും എന്ന് പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം ഇതിനെക്കുറിച്ച് ധാരണയൊന്നും ഇല്ലാതെ അല്ലല്ലോ. ഡെഫിനറ്റായിട്ട് അദ്ദേഹം ആ കാര്യം പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചത് തന്നെ ആയിരിക്കുമല്ലോ അത് അനൗൺസ് ചെയ്തത്. അപ്പോൾ അത് വരും. ഒരു പ്രത്യേക മേൽനോട്ടം ഉണ്ടാവും തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരിക, അതായത് അല്ലല്ല, അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി വരും, തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ രൂപരേഖയുടെ പ്രഖ്യാപനം നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. അത്രയും അല്ല, ബാക്കി BJP എങ്ങനെയാണ് ഭരിക്കുക കേരളത്തിൽ എന്നുള്ളത് വരുമ്പോൾ നിങ്ങൾ കാണുമല്ലോ. അല്ല, അതുപോലെ തന്നെ ഈ UDF MPമാരും ഒക്കെ തന്നെ പറയുന്നു തൊഴിലുറപ്പ് പദ്ധതി മാറ്റി, മഹാത്മാഗാന്ധിയെ മാറ്റി ജീരാൻ. അപ്പൊ എന്താണ് BJPയുടെ RAM എന്ന് രാം എന്ന് മാത്രമേ വായിക്കാവും പറ്റുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ വായിക്കാം ആൾക്കാർ. ബില്ല് അവതരിപ്പിക്കുമ്പോഴടക്കം ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കം അല്ല, അത് പ്രതിപക്ഷം പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാ ഇത്ര എതിർപ്പ് എന്നാണ് പ്രതിപക്ഷത്തിനോട് ചോദിച്ചത്. പ്രതിപക്ഷം ഒരു RAM എന്നുള്ള പേര് വരുമ്പോൾ നിങ്ങൾ എന്തിനാ ഇത്ര വലിയ എതിർപ്പ്? അത് ഷോർട്ട് ഫോം അല്ലേ RAM? പക്ഷെ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലൊന്നും ഒരിക്കൽ പോലും വരാതെ ബില്ലുകളും നിരന്തരം വായുയാൻ അധീനിയം, ഭീമ, സബ്കി ഭീമ, അതിൻ്റെയൊക്കെ അടിയിൽ ഇംഗ്ലീഷ് ഉണ്ട്. ആ ഇംഗ്ലീഷ് എന്താ വായിക്കാത്ത? ഇവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആൾക്കാരാണ്. ഈ പേരിനപ്പുറത്തെ കടലിൽ ചില ഘടനകളിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെ സംസ്ഥാനത്തിന് കൂടുതൽ ഭാരമേൽപ്പിക്കുന്ന തരത്തിൽ 40%. അല്ലല്ല, അതായത് 40% 25 ഇപ്പോഴത്തെ ഇതിൽ പുതിയത് ഒന്ന് ഇത് വർദ്ധിപ്പിച്ചു. ഏത് ആകെ ദിവസങ്ങൾ. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഡെവല്യൂഷനും വർദ്ധിപ്പിച്ചു. പണ്ടത്തെ പോലെയല്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര വിഹിതം എല്ലാ കാര്യങ്ങളിലും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചു. ഫിനാൻസ് കമ്മീഷൻ്റെ ശതമാനം വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളിലും സംസ്ഥാനങ്ങൾക്ക് കൂടി അധികാരം കൊടുക്കുകയാണല്ലോ. ഇത് ഭാരമായിട്ട് എന്തിനാണ് കണക്കാക്കുന്നത്? സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പങ്കാളിത്തം വേണം.
അല്ല, ഈ സർക്കാരിന് പങ്കാളിത്തം കൊടുക്കുമ്പോൾ പോലും കേന്ദ്രം തീരുമാനിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഈ ജോലി ഉണ്ടാകുക. അതോടൊപ്പം തന്നെ അങ്ങനെയല്ല, കേന്ദ്രത്തിന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. സംസ്ഥാനത്തിന് റെക്കമെൻഡേഷൻ പവർ ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവില്ല. അല്ല, ഈ ഫ്രെയിം വർക്ക് എന്നാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. എത്ര അലോക്കേറ്റ് ചെയ്യാന്നുള്ളത് ഡിമാൻഡ് ഡ്രിവൺ അല്ല എന്നാണ് പറയുന്നത്. അല്ല, ഡിമാൻഡ് ഡ്രിവൺ തന്നെയാണ്. ഇതൊക്കെ എന്തറിയോ, നിയമമാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ റൂൾസ് വരും. റൂൾസ് വരുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരുന്നത്.